പ്രീമിയർ ലീഗ് പോയിന്റ്സ് ടേബിളിൽ മൂന്നാമത് നിൽക്കുന്ന ടീം. അതുമാത്രമല്ല, തുടർച്ചയായിട്ട് ഇപ്പം 10 മത്സരങ്ങൾ ജയിച്ച് നിൽക്കുന്ന ടീം. അതാണ് ആസ്റ്റൺ വില്ല. അപ്പം അങ്ങനത്തെ ആസ്റ്റൺ വില്ല നമ്മളെ ഇന്ന് വലിച്ച് മൂക്കിൽ കയറ്റും എന്നാണ് പലരും പ്രവചിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആസ്റ്റൺ വില്ല നമ്മളെ വലിച്ച് മൂക്കി കയറ്റുകയോ ഭയങ്കരമായിട്ട് ആധിപത്യം നമുക്ക് മുകളിൽ കാണിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഇന്ന് തോറ്റത് മോർഗൻ റോജേഴ്സ് എന്ന് പറയുന്ന ആസ്റ്റൺ വില്ലയുടെ പ്ലെയറിന് മുന്നിലാണ്. അവൻ്റെ അക്രമം, അവൻ കാണിച്ച അക്രമം, 2 മൊമെൻസിൽ അവൻ്റെ അക്രമത്തിന് മുന്നിൽ നമ്മൾ കീഴ്പ്പെട്ടു പോയി. അവൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ്, അവൻ്റെ 2 ബാങ്കർ ഗോളുകൾ. അപ്പോൾ ഈ 2 ബാങ്കർ ഗോളുകളുടെ സമയത്തും നമ്മുടെ ഡിഫെൻഡിങ്, പ്രത്യേകിച്ച് ലെനി യോറോ എന്ന് പറയുന്ന മനുഷ്യൻ്റെ 1v1 ഡിഫെൻഡിങ് എക്സ്പോസ് ആയ സമയമാണ്. ആ ഒരു വീക്ക്നെസ് എക്സ്പോസ് ആയ സമയങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് ലെനി യോറോ ഡിഫെൻസീവ്ലി ഭയങ്കര മോശമാകുന്നു. എനിക്കറിയത്തില്ല ലെനി യോറോയെ ക്രൂശിയിൽ ഏറ്റണോ, ലെനി യോറോയെ പിടിച്ച് വലിച്ചു കയറണോ. 20 വയസ്സുള്ള അവനെ അങ്ങനെ ചെയ്യാൻ എനിക്ക് തോന്നുന്നില്ല. അവൻ ഇമ്പ്രൂവ് ആകണം. അവൻ്റെ കോൺഫിഡൻസ് നമ്മൾ കാരണം മോശമാകരുത്, അല്ലെങ്കിൽ അവൻ്റെ കരിയർ അത്രയും ഭയങ്കരമായിട്ട് റേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്കമിങ് ഡിഫൻഡറിൻ്റെ കരിയർ നമ്മൾ കളയരുത് എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇന്ന് വലിച്ചു കയറി ഒട്ടിക്കാൻ എനിക്ക് തോന്നുന്നില്ല ലെനി യോറോയെ. ലെനി യോറോ 1v1 ഡിഫെൻഡിങ്ങിൽ മോശമാണ്. കാരണം നിങ്ങൾ നോക്കിയാൽ ലെനി യോറോ മോർഗൻ റോജേഴ്സിനെതിരെ മാത്രമല്ല, ഫസ്റ്റ് ഹാഫിൽ ഒരു സമയത്ത് ശരിക്കും എനിക്കൊന്ന് 3-ാമത്തെ 4-ാമത്തെ മിനിറ്റിലാണ് ഫസ്റ്റ് ഹാഫിൽ അവരുടെ സ്ട്രൈക്കർ ഒലി വാട്കിൻസിനെ മാർക്ക് ചെയ്ത സമയത്ത് ഇതുപോലെ ബാക്കിൽ നിന്നൊരു ബോൾ ഒലി വാട്കിൻസിന് ഫീഡ് ചെയ്തു. ആ സമയത്തും ഒലി വാട്കിൻസിനെ പിടിച്ച് കെട്ടാനോ അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഒലി വാട്കിൻസിനെ മാർക്ക് ചെയ്ത് ബോൾ വിൻ ചെയ്യാനൊന്നും പുള്ളിക്ക് പറ്റുന്നില്ലായിരുന്നു. ഇത് മോർഗൻ റോജേഴ്സിനെതിരെയുള്ള മാത്രം പ്രശ്നമല്ല. അപ്പോൾ ആ സമയത്തും നമ്മുടെ എയ്ഡൻ ഹെവൻ വന്നിട്ട് ടാക്കിൾ നടത്തി നമ്മളെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഹെവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വാട്കിൻസിനെ പിടിച്ച് അവൻ്റെ പോക്കറ്റിനകത്ത് കയറ്റി വെച്ചേക്കുമായിരുന്നു. അപ്പം ശരിക്കും ഹെവൻ ഓരോ മത്സരം കഴിയും തോറും പുള്ളിയുടെ ആ ഒരു പുള്ളിയുടെ ഡിഫെൻസീവ് സ്കിൽസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പ്രസീവായിട്ട് ഇപ്പം തോന്നുന്നുണ്ട്. പക്ഷേ മത്സരം കണ്ടവർക്കൊക്കെ അറിയാം, നമ്മൾ ഇന്നത്തെ മാച്ച് ഒരിക്കലും തോക്കേണ്ട ഒരു മത്സരമല്ല. സ്റ്റാറ്റ്സ് തന്നെ എടുത്തു വെച്ച് നോക്കിയോ. സ്റ്റാറ്റ്സ് നോക്കുമ്പോഴത്തേനും എല്ലാ രീതിയിലും നമ്മൾ വില്ലയെക്കാളും ബെറ്ററാണ്. കാരണം പൊസഷൻ്റെ കാര്യത്തിലും ടോട്ടൽ നമ്പർ ഓഫ് ഷോട്ട്സിൻ്റെ കാര്യത്തിലും ചാൻസസ് ക്രിയേറ്റ് ചെയ്ത കാര്യത്തിലും ബിഗ് ചാൻസിൻ്റെ കാര്യത്തിലും ഒരേപോലെ. ഗോൾ സ്കോർ ചെയ്യുന്ന കാര്യത്തിലാണ് നമ്മൾ പുറകോട്ട് പോയത്. ഫസ്റ്റ് ഹാഫിൽ ശരിക്കും പറഞ്ഞാൽ സെസ്കോയ്ക്കും കുണിയ സ്കോർ ചെയ്തത് അല്ലാതെ തന്നെ കുണിയയ്ക്ക് ഒരു ചാൻസ് സ്കോർ ചെയ്യാൻ കിട്ടി. സെസ്കോയ്ക്ക് 2 ചാൻസ് കിട്ടി. ഒന്നുകിൽ ഫിനിഷിങ്ങിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഫസ്റ്റ് ടച്ചിൻ്റെ പ്രശ്നം. ഇങ്ങനെയൊക്കെ ചാൻസുകൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോയിന്റ്സ് ടേബിളിൽ എങ്ങും എത്താതെ ആകും. ഓരോ മത്സരങ്ങൾ ഇങ്ങനെ ഓരോ കാരണങ്ങൾ കൊണ്ട് നമ്മളിങ്ങനെ തോറ്റോണ്ടിരിക്കും. ശരിക്കും നമ്മൾക്ക് കിട്ടിയ ചാൻസ് സെക്കൻഡ് ഹാഫിൽ ശരിക്കും കുണിയയുടെ ചാൻസ് എന്ന് പറയുന്നത് പുഷ്പം പോലെ ഫിനിഷ് ചെയ്യേണ്ട ചാൻസാണ്. കുണിയയുടെ ക്വാളിറ്റി ഉള്ള ഒരു പ്ലെയറിന് ശരിക്കും പറഞ്ഞാൽ സുഖസുന്ദരമായിട്ട് ഫിനിഷ് ചെയ്യേണ്ട ചാൻസ്. ഡോർഗുവിൻ്റെ ക്രോസ് ഹെഡർ അതെങ്ങനെ പുറത്തു പോയെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. നമ്മൾ ശരിക്കും ആ സമയത്ത് ആ ഒരു ഗോൾ സ്കോർ ചെയ്ത് തിരിച്ച് വന്നിരുന്നെങ്കിൽ ചിലപ്പം അടുത്ത ഗോളും കൂടെ ആ ഒരു മാച്ചിൻ്റെ ഒഴുക്കിനനുസരിച്ച് ചിലപ്പം ആ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മൾ സ്കോർ ചെയ്തേനെ. അപ്പം അങ്ങനെ നമ്മൾ മത്സരം ജയിച്ചിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കിക്കോ, ഇന്ന് അമാദില്ല, നമ്മുടെ ബെസ്റ്റ് പ്ലെയേഴ്സ് അമാദില്ല, എംബിമോ ഇല്ല, കസമീറോ സസ്പെൻഷൻ, കോബി മേനുവിന് ഇഞ്ചുറി, നമ്മുടെ നെടുന്തൂണായ ബ്രൂണോ ഫെർണാണ്ടസിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം പുള്ളി പുറത്താകുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് തിരിച്ചു വന്ന് നമുക്കൊരു ജയം നമുക്ക് നേടിയിരുന്നെങ്കിൽ അതൊരു വമ്പൻ സംഭവം. അത് നമ്മൾ ആരാധകർക്ക് മാത്രമല്ല, ടീമിന് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് ആ ഒരു ജയിക്കാനുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളും. ബ്രൂണോ ഇല്ലെങ്കിലും നമുക്ക് ടീമിനെ കൊണ്ടുപോയി ജയിപ്പിക്കാനുള്ള പ്ലെയേഴ്സ് നമുക്കുണ്ട് എന്നുള്ള അവർക്ക് ആ ഒരു സ്വന്തമായിട്ടുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളും വന്നതിന് അത് മുന്നോട്ടുള്ള നമ്മുടെ പ്രീമിയർ ലീഗ് ക്യാമ്പയിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടതായിരുന്നു. ഇപ്പം നമ്മൾ തോറ്റു 6-7 7-ാം സ്ഥാനത്ത് നിൽക്കുന്നു.
നമ്മളും ആസ്റ്റൺ വില്ലയും തമ്മിൽ, മൂന്നാമത് നിൽക്കുന്ന ആസ്റ്റൺ വില്ലയും തമ്മിൽ 10 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളത്. എങ്ങനെ ഇനിയും ടോപ്പ് 4 കയറുമെന്നാണ് പറയുന്നത്. ലിവർപൂള്, ചെൽസി ഇപ്പം തന്നെ നമ്മളെക്കാൾ 3 പോയിൻറ്റ് മുന്നിലാണ്. ബ്രൂണോയും കൂടെ പോയപ്പോഴത്തേനും നമ്മുടെ യുണൈറ്റഡിനെ ബ്രൂണോ പോകുമ്പോൾ ശരിക്കും മൗണ്ട് പോണത്തെ പ്ലെയേഴ്സ് സ്റ്റെപ്പ് ചെയ്യേണ്ടതാണ്. ബ്രൂണോ പോയി കഴിഞ്ഞപ്പം മൗണ്ടിൻ്റെ ഗെയിം പയ്യെ താഴോട്ട് വരുന്നത് കണ്ടു. ആകെപ്പാടെ അറ്റാക്കിൽ മത്തേസ് കുണിയ, ആ ഒരു മനുഷ്യനെ മാത്രമേ കാണാനുള്ളൂ. അതുകൊണ്ടാണ് ഈ സെമന്യോയുടെ സൈനിങ് ഒക്കെ വരുമ്പോഴത്തേനും എനിക്കിതിപ്പോൾ ലോജിക്കലാണെന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് സെമന്യോയെ സൈൻ ചെയ്യണം. ഇങ്ങനത്തെ അറ്റാക്കിൽ പ്ലെയേഴ്സ്, ഇങ്ങനത്തെ ഡിഫറൻസ് മേക്കേഴ്സ്, ഇപ്പം നിങ്ങൾ നോക്കിയോ, ഇപ്പം മോർഗൻ റോജേഴ്സ് കഴിഞ്ഞ മാച്ചിൽ, അതിന് തലേ മാച്ചിൽ സെമന്യോ അങ്ങനത്തെ പ്ലെയേഴ്സ്, അവർക്ക് സ്വന്തമായിട്ട് അങ്ങനത്തെ മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ്. അപ്പോൾ അത് ബ്രൂണോ പോയി കഴിയുമ്പോഴത്തേക്കും ഇങ്ങനത്തെ പ്ലെയേഴ്സ്, അല്ലെങ്കിൽ എംബിമോ ഇല്ലെങ്കിൽ എംബിമോയ്ക്ക് ഒരു ഓഫ് ഡേ വരുന്ന സമയത്ത് ഒക്കെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാൻ അടുത്ത ആൾ വേണം. പിന്നെയും ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ സെമന്യോയെ സൈൻ ചെയ്യുന്നതിനകത്ത് എനിക്ക് കുഴപ്പമില്ല. പക്ഷേ സെമന്യോയെ സൈൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മുടെ കയ്യിൽ കാശില്ല, അതുകൊണ്ട് മിഡ്ഫീൽഡറിനെ സൈൻ ചെയ്യത്തില്ല, അങ്ങനത്തെ ന്യായമായിട്ട് വരുമ്പോഴാണ് എൻ്റെ കുരുവ് പൊട്ടാൻ പോകുന്നത്. അന്നേരപ്പോഴാണ് എൻ്റെ വായിൽ നിന്ന് നല്ലതൊക്കെ വരാൻ വേണ്ടി പോകുന്നത്. ശരിക്കും നമ്മുടെ ഇന്നത്തെ മിഡ്ഫീൽഡ് കോബി മെനു ഇല്ലാതെ, കസമിറോ ഇല്ലാതെ നമ്മൾ സ്റ്റാർട്ടിങ് 11-ൽ ഉഗാർത്തെ എന്ന് പറയുന്ന മനുഷ്യനെ സ്റ്റാർട്ട് ചെയ്തു. നമ്മളെത്ര 50-51 മില്യൺ പൗണ്ട്സിന് PSG നിന്ന് മേടിച്ച പ്ലെയർ. യുണൈറ്റഡിൻ്റെ ചരിത്രത്തിലെ മോശം സൈനിങ്ങുകളിൽ ഒന്നായി മാറാനുള്ള എല്ലാ സ്കോപ്പും ഉണ്ട് ഈ ഒരു പ്ലെയർ. എനിക്ക് തോന്നുന്നില്ല ഇനി മുന്നോട്ട് ഈ പ്ലെയറിനെ കളിപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. സെക്കൻഡ് ഹാഫിൽ ആ ഒരു ബ്രൂണോ പോയപ്പോഴത്തേനും ലിസാൻഡ്രോ മാർട്ടിനസ് മിഡ്ഫീൽഡിൽ കളിച്ചല്ലോ. നമ്മളെല്ലാവരും കഴിഞ്ഞ സീസണിലൊക്കെ ഇപ്പോൾ ടെൻ ഹാഗ് ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ ആഗ്രഹിച്ചാണ് ലിച്ചായ ആ ഒരു മിഡ്ഫീൽഡിൽ കാണാൻ വേണ്ടി. ഇന്ന് അങ്ങനെ ആ ഒരു പ്ലെയറിനെ അവിടെ കണ്ടു. പ്ലെയറിൻ്റെ ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. ശരിക്കും കസമീറോയും ലിച്ചായും ആ ഒരു മിഡ്ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കരമായിട്ട് നമ്മുടെ ഡിഫെൻസീവ്ലി നമ്മുടെ ഗെയിമിനെ കുറേ കൂടെ നല്ലതായിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യും. ഇന്നത്തെ മാച്ചിൽ ശരിക്കും പറഞ്ഞാൽ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ സ്റ്റാറ്റ്സ് നോക്കുകയാണെങ്കിൽ 100% ഏരിയൽ ഡ്യുവൽസ് 38 ടച്ചസ്, ടോട്ടൽ നമ്പർ ഓഫ് ടച്ചസ്, 32 പാസസ് അറ്റംപ്റ്റ് ചെയ്തു, 29 എണ്ണം കംപ്ലീറ്റ് ചെയ്തു, 5 പാസസ് ഫൈനൽ തേർഡിലേക്ക് കൊടുത്തിട്ടുണ്ട് പ്ലെയേഴ്സിൻ്റെ റൺസിനെയൊക്കെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി, 3 റിക്കവറീസ്, ഒരു ഷോട്ട്. നമുക്കറിയാം ബോൾ റിക്കവർ ചെയ്ത് പുള്ളി തിരിച്ചു പോയിട്ട് ആ ഒരു ലോങ് ഷോട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ശരിക്കും ലിസാൻഡ്രോ മാർട്ടിനസ് വന്നപ്പോഴത്തേനും മിഡ്ഫീൽഡിൽ ഭയങ്കര ഡിഫറൻസ് മേക്കർ ആയിരുന്നു ഇന്ന് ലിസാൻഡ്രോ മാർട്ടിനസ്. ഉഗാർത്തെ എന്ന് പറയുന്ന ഒരു പ്ലെയർ, ഇങ്ങനത്തെ ഒരു ലിസാൻഡ്രോ മാർട്ടിനസ് പോണത്തെ ഒരു പ്ലെയർ നമ്മുടെ ടീമിലുള്ളപ്പോൾ ഒരിക്കലും ഉഗാർത്തയെ സ്റ്റാർട്ട് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഓവറോൾ ഗെയിം നോക്കുകയാണെങ്കിൽ നമ്മൾ ആവശ്യത്തിനുള്ള ചാൻസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫിനിഷിംഗ് ആണ് പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. പിന്നുള്ള നമുക്കറിയാം നമ്മുടെ ഡിഫെൻസീവ് ഗെയിം, നമ്മുടെ ആ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ്, നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ഈ ആസ്റ്റൺ വില്ല ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ പ്രസ്, നമ്മുടെ അറ്റാക്കിംഗ് പ്ലെയേഴ്സിൻ്റെ പ്രസ്, ആ ഒരു പ്രസ്സിനെ ബീറ്റ് ചെയ്ത് ആസ്റ്റൺ വില്ല മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഡിഫൻസ് ഇങ്ങനെ ആടി ഉലയുന്ന ഒരു സാധനമായി മാറും. അത് ആസ്റ്റൺ വില്ല എന്നല്ല, ഏതൊരു ടീമും നമ്മുടെ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രസ് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസ് എന്ന് പറയുന്നത് ഭയങ്കര ശോകമാണ്. അതിനെ എങ്ങനെ ഒന്ന് ശരിയാക്കി എടുക്കും എന്നുള്ളതാണ് റൂബൻ അമോറിമിൻ്റെ മുന്നിലുള്ള ടാസ്ക്. അപ്പം ജനുവരിയിൽ ശരിക്കും പറഞ്ഞാൽ റൂബൻ നെവസിൻ്റെ സൈനിങ്ങിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. റൂബൻ നെവസിന് 20 മില്യൺ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, റൂബൻ നെവസ് എന്നല്ല, എനിക്ക് തോന്നുന്നു ഏതൊരു മിഡ്ഫീൽഡർ വന്നാലും ഉഗാർത്തേക്കാളും ബെറ്റർ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ ബ്രൂണോ ഫെർണാണ്ടസ് മുന്നോട്ട് എത്ര മാച്ച് മിസ്സാകും എന്നുള്ളത് നമ്മുടെ ഭാവിയെ അത് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ്. റൂബൻ അമോറിമിൻ്റെ വാക്കുകളൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് ആഴ്ചകൾ മിസ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അത് നമുക്ക് വലിയൊരു തലവേദനയായി മാറും. ഈ ബ്രൂണോ ഫെർണാണ്ടസ് ഇല്ലാതാകുമ്പോഴാണ്, ഇപ്പം കണ്ണില്ലാത്തപ്പോഴാണ് കണ്ണിൻ്റെ വില അറിയുന്നതെന്ന് പറയുന്ന പോലെ തന്നെ, ബ്രൂണോ ഫെർണാണ്ടസ് മാറിക്കഴിയുമ്പോഴാണ് യുണൈറ്റഡിൻ്റെ ഒരു അവസ്ഥ യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം അതിന് പകരം സ്റ്റെപ്പ് ചെയ്ത് ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി കാണിക്കുന്ന ഒരു മനുഷ്യൻ പോലും ഇല്ല. ഡിഫൻസിൽ ഡിലിറ്റ് ഇല്ല, മഗ്വയർ ഇല്ല, ചെറിയ പിള്ളേരെ വെച്ച് ഡിഫെൻഡ് ചെയ്യുന്നു. ഇപ്പം ശരിക്കും അറ്റാക്കിൽ ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെ നല്ല രീതിയിൽ ചാൻസസ്, ഓവറോൾ ഗെയിം നോക്കുകയാണെങ്കിൽ നമ്മൾ ക്രോസസ് കൊടുക്കുന്നുണ്ട്, സെസ്കോഡ് റൺസിനെ ഫൈൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്.
നമ്മുടെ ഡിഫെൻസീവ് ഗെയിം, അതുപോലെ തന്നെ നമ്മുടെ ഫിനിഷിങ്, പിന്നെ ഇതുപോലൊക്കത്തെ ഇപ്പം മോർഗൻ റോജേഴ്സിനെ പോലെ മൊമെൻറ്റ്സിൽ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലെയേഴ്സ്, അപ്പോൾ ആ ഒരു ക്വാളിറ്റി അതൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് സെമന്യോയുടെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും ശരിക്കും വരുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ് ആണ്, ഇവരാണ് ഇപ്പോൾ ലീഡിങ് കാൻഡിഡേറ്റ്സ് എന്ന് ഡേവിഡ് ഓൺസ്റ്റീൻ പറയുന്നുണ്ട്. അപ്പോൾ ഡേവിഡ് ഓൺസ്റ്റീൻ ഇതുവരെയായിട്ട് അതിനോട് റിയാക്ട് ചെയ്തിട്ടില്ലായിരുന്നു. റീസെൻ്റ് ആയിട്ടുള്ള പുള്ളിയുടെ റിയാക്ഷൻ ഇതാണ്. അപ്പം സെമന്യോയും ഒരു മിഡ്ഫീൽഡറും നമുക്ക് ജനുവരി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അത് ഭയങ്കര ഒരു ആശ്വാസമായിരിക്കും. ബ്രൂണോ ഇല്ലെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഈ 2 സൈനിങ്സ് നമ്മളെ മുന്നോട്ട് പോകാൻ സഹായിക്കും. അടുത്തത് ന്യൂകാസിലാണ്, ഓർക്കാൻ പോലും വയ്യ. പിന്നെ എനിക്ക് പറയാനുള്ള നമ്മുടെ 2 ഫുൾ ബാക്സിനെ കുറിച്ചും കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കും. കാരണം നമ്മുടെ ഡോർഗു ഒരു സൈഡിൽ, വേറൊരു സൈഡിൽ നമ്മുടെ ഡിയാഗോ ഡാലോ. ഡോർഗുവിൻ ഇന്നത്തെ ഗെയിം എന്ന് പറയുന്നത് പുള്ളിയുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷട്ടിൽ ഏറ്റവും ബെസ്റ്റ് പ്രീമിയർ ലീഗ് ഗെയിമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷേ അത് പോരാ, നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ടോപ്പ് 4 ഒക്കെ മേടിച്ച് തരണമെങ്കിൽ ഈ പെർഫോമൻസ് ഒന്നും പോരാ. ഡോർഗുവിൻ്റെ ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല ക്രോസുകൾ, ഇപ്പം കുണിയേക്ക് കൊടുത്ത പോലത്തെ നല്ല ക്രോസുകളൊക്കെ കൊടുക്കും. ചില സമയത്ത് ആ ഒരു ഫസ്റ്റ് ഗോളിൻ്റെ സമയത്ത് ബോൾ വിൻ ചെയ്യുന്ന ആ ഒരു പ്രസ്സിങ്, അഗ്രഷൻ ഒക്കെ കാണിക്കും. തൊട്ടപ്പുറത്ത് പുള്ളി മിസ് പാസ് കൊടുത്ത് വേണേൽ അവരെ കൊണ്ട് ഗോൾ അടുപ്പിക്കുകയും ചെയ്യും. അങ്ങനത്തെ പരിപാടി ഡിഫെൻഡിങ്ങിൽ ഭയങ്കര ശോകമായി മാറും. അപ്പോൾ അങ്ങനത്തെ പരിപാടി ഈ 2 സാധനവും ഡോർഗുവിൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് ഡോർഗുവിനെ എങ്ങനെ റേറ്റ് ചെയ്യണം എന്ന് എനിക്കറിയത്തില്ല. ഇവനൊക്കെ എന്നാ പറയുന്നത് 20-21 വയസ്സേ ഉള്ളൂ. പക്ഷേ ഡിയേഗോ ഡാലോ 2 മത്സരം മര്യാദയ്ക്ക് കളിച്ചപ്പോൾ നമ്മളവനെ പൊക്കിയെടുത്ത് തലയെ വെച്ചു, ദേ കിടക്ക് നിന്ന്. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഛന്നം ഭിന്നം കമൻസായിട്ട് ഇടുക.